RSS സഹകരണ വിവാദത്തിൽ MV ഗോവിന്ദന്റെ വിശദീകരണം അടിയന്തരാവസ്ഥ കാലത്ത് യോജിച്ചത് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി BJP വോട്ട് കിട്ടുന്നതിനുള്ള ബോധപൂർവ ശ്രമമെന്ന് VD സതീശൻ. MV ഗോവിന്ദൻ പറഞ്ഞത് സത്യമെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. ഹിന്ദുത്വ തീവ്രവാദികളുമായി CPM അടുക്കുന്നുവെന്ന് PV അൻവർ. എൽസ 3 കപ്പൽ അപകടത്തിൽ നടപടിയുമായി ഹൈക്കോടതി. വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട MSCയുടെ പോളോ 2 കപ്പൽ കൂടി തടഞ്ഞുവെച്ചു. ചരക്കുടമയുടെ ഹർജിയിൽ 73.5 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ആശാപ്രവർത്തകരുടെ സമരയാത്ര മഹാറാലിയോടെ തിരുവനന്തപുരത്ത് ഇന്ന് അവസാനിക്കും. VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആശാസമരം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തുമെന്ന് VD സതീശൻ. ആശമാർക്ക് നിർബന്ധിത പരിശീലനം പ്രഖ്യാപിച്ച സർക്കാർ. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കണ്ണൂർ നഗരത്തിൽ ഇന്ന് കടിയേറ്റത് 13 പേർക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം. ആലപ്പുഴ പുറക്കാട് കാൽനടയാത്രക്കാരനെ ആക്രമിച്ച തെരുവുനായ 15ഓളം നായ്ക്കളെ കടിച്ചു. കടിച്ച നായ മരിച്ചതോടെ പ്രദേശം ആശങ്കയിൽ. കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ തിരുവനന്തപുരം കണ്ണാന്തുറ തീരദേശവാസികൾ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദുരിത ജീവിതം നയിച്ച് തൃശൂർ കലശമല ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്തെ 3 സെന്റ് കോളനി നിവാസികൾ. മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചത് യാതൊരു ചർച്ചയും നടത്താതെയെന്ന് വിമർശനം. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മയെന്ന അമ്മാവൻ ഹരികുമാറിന്റെ മൊഴി. വെളിപ്പെടുത്തൽ ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ SP യോട്. ഹരികുമാറിനെയും അമ്മ ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും.